ഹലോ, ഇന്ന് ഞാൻ വീഡിയോ കണ്ടു. ജസ്നയുടെ വീഡിയോ കണ്ടു, ലൈഫ് ഓഫ് ട്രാവലിംഗ് പ്രിയയുടെയും വീഡിയോ കണ്ടു. ഇതിലെനിക്ക് പറയാനുള്ളത് അത്ഭുതകരമാണ്. ഡിസംബർ മാസത്തിൽ 2 മാസം മുൻപേ 19-ാം തീയതി ലൈവിൽ വന്നിട്ട് പ്രിയ കരഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അത് കണ്ടതിന് ശേഷമാണ് ജസ്നയോട് ഞാൻ സംസാരിക്കാൻ വേണ്ടി പോയത്. ഹലോ, ആരും ലൈവിൽ ഉണ്ടാവില്ല ഈ സമയത്തെന്ന് അറിയാം. എന്നാൽ എനിക്ക് ലൈവിൽ വരാതിരിക്കാൻ പറ്റില്ല. ഞാൻ കുറേ നാളായി ലൈവിലൊക്കെ വന്നിട്ട്. ചുമ്മാ വന്നതാണോ എന്ന് വെച്ചാൽ ചുമ്മാ വന്നതല്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് നമ്മളൊരാളെ വിശ്വസിക്കുക, അതായത് നമ്മളെ വിശ്വസിപ്പിക്കുക. അന്ന് ഞാൻ സംസാരിച്ചു, അത് ഞാൻ ഇവിടെ വെക്കാം. എന്നിട്ട് ആരാണ് ആദ്യം പ്രൊവോക്ക് ചെയ്ത് സംസാരിച്ചത് എന്നുള്ളത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ആരുടെ അച്ഛനെയാണ് ചീത്ത വിളിച്ചത് എന്നുള്ളതൊന്ന് കേട്ടു നോക്ക്. അതെ, ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ട് വിളിച്ചതാ. എന്താണാവോ? പ്രിയയ്ക്ക് പകരം ഞാൻ വന്നാ മതി ഇവിടെ അങ്ങോട്ട് കൊയിലാട്ടിലോട്ട്, എന്റെ വീട്ടിലോട്ട്. എന്തിന്? എന്റെ വാപ്പാനെ കെട്ടിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാന്? ആ സമയത്ത് ഈ പറയുന്ന പ്രിയ എന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും ഞാനൊന്ന് വെക്കാം. ഒരു രസകരമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ശോഭ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ശോഭേനെ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ വളിത്താത്ത ശോഭ എന്തോ പറഞ്ഞു, ആരെയോ എന്തോ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് കേസ് കൊടുത്തത് നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ? അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇത്. ആരെയോ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞതേ പറയിപ്പിച്ചതാണ് കേട്ടോ. പറ എന്നും പറഞ്ഞുകൊണ്ട് പറയിപ്പിച്ചതാണ്. കണ്ണു കുത്തിപ്പൊട്ടിക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? അപ്പം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ശോഭ വിളിച്ച വിളിയല്ലേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. പ്രിയയ്ക്ക് പകരം ഞാൻ വരണമെന്നും ചോദിച്ചിട്ട് ശോഭ വിളിച്ച വിളി മാത്രമേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. ബാക്കിയൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. എന്തേ പോസ്റ്റ് ചെയ്യാത്തു? ഈ ഒന്നിനും കൊള്ളൂല്ലാത്ത ചാവാലിപ്പട്ടികളൊക്കെയാണോ ഉണ്ടയായിട്ട് വെച്ചിരിക്കുന്നത്? വല്ലാത്ത ജാതി. ഉണ്ടേനൊക്കെ തീറ്റിപ്പോറ്റുന്ന നിന്റെ ഗതികേടേ. പെണ്ണുങ്ങൾ വരെ ഇട്ട് ആട്ടുക അവനെ. അങ്ങോട്ട് ചെന്ന് വെറുതെ ആട്ട് മേടിക്കുക, അല്ലാണ്ട് അവനെ കൊണ്ട് ഒരു ഗുണമില്ല. ഇങ്ങനത്തെ ഒരാളെയാണോടി നീ കൊണ്ടെടുക്കുന്നത്? നാണോ മാനോ ഉളുപ്പുണ്ടോടി ലെവലേശം നിനക്ക്? അതറിയാൻ വയ്യാണ്ട് ചോദിക്കുക. ഒരു ഗുണ്ടാന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഒരു ചെയ്ത് പരിചയമുള്ള അല്ലെങ്കിൽ ഒരു മിടുക്കുള്ള ഒരാളെ കൊണ്ടെടുക്കുന്നതല്ലേടി നല്ലത്. ഈ എന്തിനാടി ആളുകളുടെ കയ്യിൽ നിന്ന് ഇമാതിരൊക്കെ ഏൽപ്പിക്കണത്? മറ്റുള്ളവരെ തെറി വിളിപ്പിക്കാനായാലും എന്തായാലും കൂടെ കൊണ്ടെടുക്കുമ്പോൾ ആണൊരുത്തനെ കൊണ്ടെടുക്കണം. മനസ്സിലായോ? നിനക്ക് എത്ര ഗതികേടാണോ? അതൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ദിവസം എന്നെ തെള്ളിപ്പറഞ്ഞുകൊണ്ട് അവർ രംഗത്ത് വരികയാണ്. എന്തിന്? എൻ്റെ കാരണം എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. തോന്നുമ്പം അവരുടെ കാര്യങ്ങളെല്ലാം മാറ്റി പറയാനും തോന്നുമ്പം സപ്പോർട്ട് ചെയ്യാനുമാണോ ഈ സോഷ്യൽ മീഡിയ ഉള്ളത്? ചേച്ചിക്ക് ഞാൻ ബ്രഷ് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ്. എനിക്ക് ബ്രഷ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിലുള്ളതൊക്കെ പഴയ ബ്രഷുകളാണ്, അപ്പോൾ ഇവള് ചെയ്ത് തന്നെ 175 രൂപ എങ്ങാണ്ടുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്തോളാൻ പറഞ്ഞു. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവള് എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ആമസോണിൽ ഓർഡർ ചെയ്ത സാധനം ചേച്ചി ക്യാൻസൽ അടിച്ചോളൂ. അന്നേ എനിക്ക് മനസ്സിലായി ഫ്രോഡാണ് കളിക്കുന്നതെന്ന്. എന്തിനു വേണ്ടിയിട്ട്? അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ക്യാൻസൽ ചെയ്തും കൊണ്ട് എന്നോട് ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, മറ്റവള് എന്നെ കൊയിലാണ്ടിക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ കൂടിയ പോലെ ഒന്നും അറിയാത്ത, എന്നിട്ട് അവിടെ ഇരുന്നും കൊണ്ട് പർദ്ദയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇവളെ ഒന്നും അറിയാത്ത പോലെ എൻ്റെ അടുത്ത് വന്നും കൊണ്ട് ചോദിച്ചത്
ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, പ്രിയ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ച പോലെ തന്നെയാണ് ഇവള് ഈ ഒരു ഫ്രോഡ് തരം കാണിച്ചത്. അപ്പം നമ്മുടെ അടുത്ത് വരുന്ന ഒരാളെയും വിശ്വസിക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ? പിന്നെ ശോഭയ്ക്ക് ഞാൻ മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു, പോകണ്ട, ഒന്നിനും പോകണ്ടെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. എന്തിനാ വല്ലവർക്കിടെയും വാട്സപ്പിലേക്ക് ഇങ്ങനെ വിളിക്കുന്നത്? നാണോ മാനോ ഉളുപ്പും ഉണ്ടോ? അത്രയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ, ഉള്ള കാര്യമല്ലേ ചോദിച്ചുള്ളൂ. ഞാൻ നിനക്ക് മര്യാദയ്ക്ക് ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് തന്നെ നിന്ന് പറഞ്ഞു തന്നിട്ടില്ലേ? അപ്പം നീ തർക്കുത്തരല്ലേ പറഞ്ഞത്? അപ്പം നിന്റെ തോന്നിയാസം നിനക്ക് കാണിക്കാനായിട്ട് എൻ്റെ വീഡിയോൻ്റെ ഇടയിൽ വന്ന് കമൻ്റ് ഇട്ട് മെഴുകണ്ട, കേട്ടോടി. നുണച്ചി, കള്ളി എന്നൊക്കെ പറഞ്ഞ് അടച്ചാക്ഷേപിക്കുകയാണ്. ജസ്റ്റ് ഇപ്പം പറഞ്ഞിരിക്കുന്നത് എനിക്കിത്ര അച്ഛന്മാരുണ്ട്, എനിക്കിത്ര അമ്മമാരുണ്ട് എന്നാണ്. അത് സത്യമാണെന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. അതും ഞാൻ വെക്കാം. ഇവരെ സഹായിക്കാൻ പോയതിൻ്റെ പേരിലാണ് എനിക്ക് ഇത്രയും അപമാനം ഏൽക്കേണ്ടി വന്നത്. പോലീസിന് കേസെടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല, അവർ കേസ് എടുത്തിട്ട് തന്നെയുണ്ട്. അതിൻ്റെ രീതിക്ക് അത് പോകുന്നുമുണ്ട്. അതും മനസ്സിലാക്കാതെ ഇവരെന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്. ജസ്ന സലീമിന് മാത്രം നീതി കിട്ടണം. അനാഥ എന്ന് പറഞ്ഞ് എന്നെ എത്രമാത്രം അധപ്പതിച്ച രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. ഇപ്പോൾ അവരുടെ ലൈവ്, ഇന്നലത്തെ ലൈവ് കണ്ടവർക്കറിയാം എന്താ പെട്ടെന്നാണ് കാല് മാറുന്നത്. പലരും അത് ചോദിച്ചിട്ടുണ്ട്. ഒരു ദിവസം നിങ്ങൾ തന്നെയല്ലേ ഈ ശോഭ എന്ന് പറയുന്ന ആളുടെ വോയിസ് എടുത്തോണ്ട് വന്നിട്ട് എനിക്കും ആളുണ്ട്, ഫാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തത്? ഞാൻ പറഞ്ഞത് നീ ചെയ്യുമോ? എടീ നീ ഞാൻ കേട്ടല്ലോ. ഇത് ശോഭ എന്ന് പറഞ്ഞൊരു കുട്ടി ഫോൺ ചെയ്തതാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ട് എന്നെയൊക്കെ സ്നേഹിക്കാനും ആരാധിക്കാനും ഇത്ര കട്ട ആരാധകരുണ്ടെന്ന് മനസ്സിലായില്ലല്ലോ. അതെല്ലാം പോട്ടെ, ഇപ്പോൾ എനിക്കെതിരെ നിൽക്കാനുള്ള മെയിൻ കാരണം എന്താണ്? അതിനുള്ള ഉത്തരം നിങ്ങൾ പറയണം. ഈ 2 മാസത്തിൻ്റെ ഇടയ്ക്കായിട്ട് എനിക്കൊരു ഓർഡർ കിട്ടിയായിരുന്നു. ഏറ്റുമാനൂരപ്പന് സമർപ്പിക്കാനായിട്ട് എനിക്കൊരു ഓർഡർ കിട്ടി. അത് ഇഷ്ടപ്പെട്ടിട്ടില്ല അവർക്ക്. ഈ ഒരു ഫോട്ടോയാണ് ഞാൻ 2 മാസം കൊണ്ട് വരച്ചത്. പ്രിയയ്ക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതും പോരാഞ്ഞിട്ട് എൻ്റെ പെർമിഷൻ ഇല്ലാതെ ആ വോയിസ് ക്ലിപ്പ് എടുത്ത് യൂസ് ചെയ്തു അവരുടെ ആവശ്യത്തിന് വേണ്ടി. അത് ഞാൻ ചോദിച്ചു, ചേച്ചി എന്തിനാ അത് ചെയ്തത്? എൻ്റെ പെർമിഷൻ ഇല്ലാതെ എന്തിനാ വീഡിയോ എടുത്തിട്ടു? ഞാനത് ലസ്ത പാലക്കനല്ലേ അയച്ചു കൊടുത്തത്. കുറച്ച് നാൾക്ക് മുമ്പേ ലസ്ത പാലക്കനുമായിട്ട് അടുപ്പമുണ്ടായിരുന്ന സമയത്തും ഞാൻ ഒറ്റയ്ക്ക് മതി, ജസ്നയ്ക്കെതിരെ ഞാൻ ഒറ്റയ്ക്ക് പൊരുതും എന്ന് പറഞ്ഞിരുന്ന് കരഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ നീതി, ന്യായവും സത്യവും ആരുടെ സൈഡിലാണോ ഉള്ളത്? ഇവിടെ വഞ്ചിക്കപ്പെട്ടത് ഏത് കൂട്ടരാണ്? പ്രിയയാണോ, ഞാനാണോ, ജസ്നയാണോ എന്നുള്ളത്? ഇവരൊരു ഗ്യാങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ കണ്ണ് കുത്തിപ്പൊട്ടിച്ചതിന് ഇതുവരെ കേസ് എടുത്തിട്ടില്ല. കേസ് കൊടുത്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ഒന്നും അതിൻ്റെ ആക്ഷൻ ഇല്ല. അത് കുറച്ചൊക്കെ പകുതി മുക്കാലും ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നിലൂടെ. ചിലപ്പോൾ ഭഗവാൻ എന്നെ നിയോഗിച്ചത് ഇതിനു വേണ്ടിയിട്ടായിരിക്കാം. ഇതെങ്കിലും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. കൂടെ നിന്ന് ഇങ്ങനെ കാല് വാരുന്നവരെ ശരിക്കും പറഞ്ഞാൽ എന്താണ് വിളിക്കേണ്ടത്? അവസരവാദികളെന്നാണോ? അതോ ഇവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ടൂൾസ് മാത്രമാണോ നമ്മളിൽ പലരും? എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. നിങ്ങൾ തന്നെ തീരുമാനിക്കും. യൂട്യൂബേഴ്സ് അത് കുറച്ച് പേര് എന്നെ സപ്പോർട്ട് ചെയ്തു. അതെന്തുകൊണ്ടാണ്? നിങ്ങളെ സപ്പോർട്ട് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ്? എന്നോട് കാര്യങ്ങൾ ചോദിച്ചപ്പം എൻ്റെ അബദ്ധത്തെ ചോദ്യം ചെയ്തപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും കരച്ചിൽ വരും. അങ്ങനെ കരഞ്ഞതാണ്, അല്ലാതെ കരഞ്ഞ് മെഴുകുന്നതല്ല ജസ്റ്റ്. അതറിയണമെന്നുണ്ടെങ്കിൽ ആ രീതിക്ക് നീ പോകണം. എങ്കിലും നിനക്ക് ആ മനോവിഷമം എത്രത്തോളമാണെന്നുള്ളത് മനസ്സിലാവത്തേ ഉള്ളൂ.
അന്ന് സ്മൃതിയുടെ കാര്യത്തിൽ സ്മൃതി എന്തുകൊണ്ട് നിന്നോട് ചൂടായി സംസാരിച്ചു? ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അവിടെ കരഞ്ഞില്ലെന്നല്ലേ ഉള്ളൂ. പക്ഷെ ഞാൻ കരഞ്ഞു. എന്നെ അത് അത്രത്തോളം ബാധിച്ചൊരു കാര്യമാണ്. എനിക്ക് ഇത്ര അച്ഛന്മാരുണ്ടെന്നല്ലേ നീ പറഞ്ഞത്? അതുപോലെ തന്നെയല്ലേ ഇപ്പം പ്രിയയും പറയുന്നത്? നുണച്ചയാണ് ഞാൻ അല്ലേ? ഇവിടെ ആരാണ് നുണച്ചെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ഞാൻ കേസ് കൊടുത്തത് കുറച്ച് ഹോൾഡ് ചെയ്ത് വെച്ചതാണ് പ്രൂഫിന് വേണ്ടിയിട്ട്. ഇപ്പം ആ പ്രൂഫ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നീതി ന്യായം ആരുടെ സൈഡാണെന്നും എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. അതുകൊണ്ട് അത് വെച്ച് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഈ യുദ്ധത്തിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ നിയമയുദ്ധമായിട്ട് തന്നെ ഇത് മാറും. അത് ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെയുള്ള യുദ്ധമായിരിക്കും. അല്ലാതെ കള്ളത്തം ജയിക്കാൻ വേണ്ടിയിട്ടുള്ള യുദ്ധമല്ല. അത് ഓർക്കുന്നത് നല്ലതാണ്. എപ്പോഴും ഗുരുവായൂർ പോയി പ്രാർത്ഥിക്കുന്ന സ്ത്രീയല്ലേ നിങ്ങൾ? കള്ളത്തരത്തിന് ഈ പറയുന്ന ഗുരുവായൂരപ്പൻ കൂടെ നിൽക്കും. അല്ല സ്വകാര്യ കാര്യങ്ങൾക്ക് നേട്ടത്തിന് ഭഗവാൻ കൂടെ നിൽക്കും എന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? എങ്കിൽ അവിടെ നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾ പ്രേക്ഷകർ തീരുമാനിക്കും.